ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ഓണത്തിന് ശമ്പളം ലഭിക്കില്ലെന്ന ആശങ്കയിൽ ജീവനക്കാർ. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിയെ സമീപിച്ച് ജീവനക്കാരുടെ ഇടത് സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രതിസന്ധിയിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് ഇടത് സംഘടന കത്ത് നൽകി. VC-യുടെ നിലപാട് സംശയാസ്പദമെന്നും സാമ്പത്തിക ചെലവുകൾ നടത്തുന്നതിനായി പ്രത്യേക ഉത്തരവിറക്കണമെന്നും കത്തിൽ ആവശ്യം. ഗോപാൽ ശിലാസനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഗോപാൽ, ഇക്കുറി ഓണം വരുമ്പോ സാങ്കേതിക സർവകലാശാലയിലെ അധ്യാപകർക്കൊക്കെ വലിയ ടെൻഷനാണെന്ന് തോന്നുന്നു. ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയാകുമോ എന്നുള്ളതാണ്. എന്താ പറയുക, ഈ വൈസ് ചാൻസലറുടെ നിലപാട് ശമ്പളം പോലും ഓണത്തിന് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു എന്നാണോ ജീവനക്കാരുടെ ഒരു കണക്കുകൂട്ടൽ? ഇത് എന്താണ് ഇനി ജീവനക്കാരുടെ മുൻപിലുള്ള മാർഗം? ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. സാങ്കേതിക സർവകലാശാലയിൽ ജൂലൈ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ശമ്പളവും മുടങ്ങിക്കിടക്കുകയാണ്. ഈ ഓണാഘോഷമൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഓണത്തിനും ശമ്പളമില്ലാതെ നെട്ടോട്ടം ഓടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അവർ ഉള്ളത്. പല ജീവനക്കാരും സർവകലാശാലയിൽ ജോലിക്കെത്താതെ ദിവസവേതനത്തിനടക്കം പെയിന്റിങ്ങും അതുപോലെ തന്നെ മറ്റ് ജോലികൾക്കടക്കം പോകുന്ന തരത്തിലേക്ക് അത്ര ദുരിതപൂർണമായിട്ടുണ്ട് പലരുടെയും ജീവിതം. അതിനോടൊപ്പം തന്നെയാണ് സമ്മർദ്ദം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് കടുത്തതോടുകൂടി തന്നെ ഇടത് ജീവനക്കാരുടെ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇപ്പോൾ വിഷയത്തിൽ ഇടപെടുകയാണ്. മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് സംഘടന. അതുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ ഇടപെടണമെന്നും സർവകലാശാലയിൽ വൈസ് ചാൻസലർ സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നും കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലൊരു ഇടപെടൽ സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സർവകലാശാല ചട്ടപ്രകാരം അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ VC ഇത്തരത്തിൽ ഒരു ദുർവാശി കാണിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് സാമ്പത്തിക ചെലവിന് വേണ്ടിയുള്ള ഒരു പരിഹാര മാർഗം കണ്ടുപിടിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംഘടന സമീപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിശദമായ ഒരു റിപ്പോർട്ട്, എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത്, എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത്, എന്താണ് പരിഹാര മാർഗം എന്നിവയടക്കം നിർദ്ദേശിച്ചുകൊണ്ടൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംഘടനയോട് അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇന്നോ നാളെയോ സംഘടന റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുവശത്ത് ചാൻസലറായ ഗവർണർക്കും മറ്റൊരു കത്ത് സംഘടന നൽകിയിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് മുൻപ് പല കാര്യങ്ങളിലും സ്വന്തം സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് കൂടാതിരിക്കുന്ന അല്ലെങ്കിൽ വിയോജി കൂടാതിരിക്കുന്ന ഘട്ടത്തിൽ സ്വന്തം സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പല തീരുമാനങ്ങളും VC എടുത്തിരുന്നു. അങ്ങനെ ഒരു നിലപാടെടുത്ത VC ഇപ്പോൾ ബജറ്റ് പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്ത സംശയാസ്പദമാണെന്നും ഗവർണർക്ക് നൽകിയ കത്തിൽ പറയുന്നു. ഓക്കെ, താങ്ക് യു ഗോപാൽ. വലിയ കഷ്ടമാണ്, ഓണമൊക്കെയാണ്. സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് പോകും? ഒരു VC എടുത്ത നിലപാടാണ് ഗവർണർ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പുകളെ